പുതിയ GST നിയമമനുസരിച്ച് ഏറ്റവും കുറഞ്ഞ GST, അതായത് അതുപോലെ തന്നെ PM സൂര്യഗർ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും കൂടിയ സബ്സിഡി, ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് ഇന്നിപ്പോൾ ഏത് സാധാരണക്കാരനും സോളാർ വയ്ക്കാൻ സാധിക്കും എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട്. അതുമാത്രമല്ല, നാഷണലൈസ്ഡ് ബാങ്കുകളിൽ നിന്ന് വളരെ കുറഞ്ഞ പലിശയ്ക്ക്, അതായത് 5.75% മാത്രം വരുന്ന പലിശയ്ക്ക് ലോൺ കൂടി ലഭിക്കുന്നു എന്ന് പറയുമ്പോൾ ഏത് സാധാരണക്കാരനും ഇന്ന് സോളാർ വാങ്ങി വെക്കാൻ സാധിക്കും. നമ്മള് ഈ 2 മാസം കൂടുമ്പോൾ ഈ കറണ്ട് ബില്ല് കൊടുക്കുന്നതിലും നല്ലത് സോളാർ വയ്ക്കുന്നതാണല്ലേ? തീർച്ചയായിട്ടും. അതായത് ഒരു 2 മാസത്തിലൊരു 3000 രൂപയൊക്കെ കറണ്ട് ബില്ല് വരുന്ന ഒരു കസ്റ്റമറെ സംബന്ധിച്ച് വളരെ എളുപ്പത്തിൽ അത് ലാഭകരമാക്കി മാറ്റാൻ പറ്റും. പക്ഷെ ഇപ്പോൾ ഒരു 3 കിലോവാട്ട് പവർ പ്ലാന്റ് ഒക്കെ വെക്കുന്ന ഒരു കസ്റ്റമർക്ക് 6000 രൂപയുള്ള വരെയുള്ള വൈദ്യുതി ഇന്ന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. 2 മാസത്തെ ബില്ലാണ് പറയുന്നത് കേട്ടോ. 2 മാസത്തേക്ക്, ഒരു മാസത്തേക്കാണെങ്കിൽ 3000 രൂപ വരെ. അപ്പോൾ അങ്ങനത്തെ അത്രയൊക്കെ ഉപയോഗിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു 3.5 വർഷത്തെ വൈദ്യുതി ബില്ലാണ് ഇതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് വരുന്നത്. ഒരു 1.25 ലക്ഷം രൂപയോളം മുടക്കുക എന്ന് പറഞ്ഞാൽ 3.5 വർഷത്തെ വൈദ്യുതി ബില്ലാണ്. അപ്പോൾ ഒരു 3.5 വർഷത്തെ വൈദ്യുതി ബില്ല് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ അത് EMI ഫെസിലിറ്റി കൂടെ ആകുമ്പോൾ പിന്നെ കസ്റ്റമർക്ക് അതൊരു ബാധ്യതയായിട്ട് മാറുന്നില്ല. പക്ഷേ പിന്നെ ലൈഫ് ലോങ് ഒരു 30 വർഷം, ഇപ്പോൾ പാനലിൻ്റെ ഒക്കെ വാറണ്ടി 30 വർഷമാണ്. ഒരു 30 വർഷത്തേക്ക് പിന്നെ ഫ്രീ പവർ എൻജോയ് ചെയ്യാം.